അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ പോവാണ്. നമ്മളെ സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അഞ്ജു, വരുൺ, ശ്രീ. അപ്പോൾ പറഞ്ഞതുപോലെ ഇനി നാട്ടിൽ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബ്രോഡ് മാർഷിലേക്കാണ് പോകുന്നത്. നമ്മൾ കോച്ചിലാണ് പോകുന്നത്. അപ്പം അതാണ് കൺവീനിയൻറ്റ്. നമ്മുടെ ലഗേജൊക്കെ ക്യാരി ചെയ്യാനും എല്ലാത്തിനും അതാണ് സൗകര്യം നമുക്ക്. സോ നമ്മളെപ്പോഴും കോച്ച് ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. ഇതാണ് ഇവിടുത്തെ ബ്രോഡ് മാർഷ് ബസ് സ്റ്റേഷൻ ആൻഡ് കാർ പാർക്ക്. ഇവിടെയാണ് മെയിൻ ബസ്സസ് എല്ലാം വരുന്നത്. അപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ അഖിൽ ശരിക്കും ഇവിടേക്ക് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നാട്ടിൽ പോകുന്നത്. 2.5-3 വർഷത്തോട് അടുപ്പിച്ചാവുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. എനിവേ നമുക്ക് ഇവിടുന്ന് ഇനി 3-4 മണിക്കൂർ ട്രാവലുണ്ട്. ഹീത്രൂ എന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഹീത്രൂയിലേക്ക് 3-4 മണിക്കൂർ ട്രാവലുണ്ട്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ എത്തിയാതാണ്. സോ കണക്ഷൻ ഫ്ലൈറ്റാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഹീത്രൂയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഈവനിങ് ആണ്. എന്നാലും ഈ ട്രാവലും പിന്നെ ഇവിടെ വന്നിട്ടുള്ള ചെക്കിൻ അതിൻ്റെയൊക്കെ ടൈമൊക്കെ വെച്ച് നമ്മൾ അത്യാവശ്യം നേരത്തെയാണ് ഇറങ്ങിയത്. ഇനിയിപ്പം ഈ ഒരു ടെർമിനലിൽ നമുക്ക് എല്ലാ നാഷണൽ എക്സ്പ്രസ്സും ഫ്ലെക്സിൻ്റെ ഒക്കെ ബസ്സുകൾ കാണാം. പൊതുവെ ആൾക്കാർ ഇതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് കൺവീനിയൻ്റ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഇവിടത്തേക്ക് എന്താ പറയുക, എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലേക്ക് ആരെങ്കിലും യാത്രയാക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് പുറത്തു നിന്നൊരു ഹൈ ബൈ പറയാനേ പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. നമുക്ക് ആ ബാഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്യുന്നവരെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അകത്തേക്ക് കയറിയപ്പം കോസ്റ്റ ആയിരുന്നു നേരെ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. കോസ്റ്റയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ലൈറ്റായിട്ട് കോഫിയും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഡിലേ ഒന്നും ഇല്ലായിരുന്നു. ഓൺ ടൈമാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാം. എത്തിഹാദ് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് ആയതുകൊണ്ട് അബുദാബിയാണ് നമ്മുടെ ട്രാൻസിറ്റ്. വൈകുന്നേരം ഏകദേശം 7:30 തോന്നുന്നു ഫ്ലൈറ്റ്. 7:30 ഫ്ലൈറ്റ്. അപ്പം ഇനിയിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാണ്. ടൈമെല്ലാം വേറെ ഡിലേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായിരുന്നു. ഏകദേശം നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനിയൊരു ഉറക്കം, ഫുഡ് അങ്ങനത്തേക്കൊരു മൈൻഡ് സെറ്റായിരുന്നു. നാട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. അത്യാവശ്യം ലീവൊക്കെ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈറ്റിൽ ഈ പുറത്തേക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. അപ്പം ഞാനതാണ് ഫസ്റ്റിൽ കണ്ടത്. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു, നൈസായിരുന്നു. പിന്നെ എൻ്റെ എവർ ടൈം എന്താ പറയുന്നത് ഫേവറേറ്റ് മൂവീസിലൊന്നാണ് ഹാരി പോട്ടർ. അപ്പോൾ അതിൻ്റെ സീസൺ 1 ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എപ്പിസോഡ്. സോ അതൊക്കെ കഴിഞ്ഞു. 6 മണിക്കൂർ ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്യാണ്. മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2 മണി എന്തോ ആണ് നൈറ്റ്. അപ്പം അവിടത്തേക്ക് ലാൻഡ് ചെയ്യാണ്. എന്താ നൈറ്റാണ് അങ്ങനെയൊന്നും തോന്നില്ല. എയർപോർട്ടിൽ എന്ത് നൈറ്റ് എന്ത് പകൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. നല്ലൊരു എന്താ പറയുക ക്ലീൻ ആൻഡ് നൈസായിട്ടുള്ളൊരു എയർപോർട്ടാണ്. അപ്പം അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മിഡ് നൈറ്റ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ മൊത്തത്തിൽ ഇപ്പോഴേ താറുമാറായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. വിശക്കുന്നുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചു. ഇനി അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് കൊച്ചിയാണ് പോകുന്നത്. സോ ഓൾറെഡി അവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റായി. കുറച്ച് ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. ഇപ്പം എന്നാലും ഇവിടെ നമ്മുടെ അവിടുത്തെ ക്യാബിൻ ബാഗും കൂടി അവർ അതിനകത്തേക്ക് ആക്കി. ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇനിയിപ്പം ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് നേരെ അതുവരെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. ഇനിയിപ്പം ഫ്ലൈറ്റ് ഓക്കെ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്ലൈറ്റിന് ചിറകെന്ന് സത്യം പറയാൻ ഞാൻ ഇത്ര ക്ലോസ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിവേ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പൂര ഉറക്കമായിരുന്നു. എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു. ഞാനൊന്നും കഴിച്ചത് പോലും ഇല്ലായിരുന്നു. എയർ ഹോസ്റ്റസ് വന്ന് വിളിച്ചിട്ട് ശരിക്കും എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വരെ അവർ ചെക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ക്യാബിൻ ബാഗും എല്ലാ ബാഗും നമ്മൾ കളക്ട് ചെയ്തു. പുറത്തേക്ക് പോവാണ്. സോ വിളിക്കാൻ അച്ഛനും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനി. നല്ലപോലെ ടയർഡായിരുന്നു. ഞാൻ മുൻപൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒബ്വിയസ്ലി അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൽ നമുക്കൊരു ചൂട് ഇവിടെ കൂടുതൽ തോന്നുമെങ്കിൽ ഇത്തവണ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ എന്തായാലും വരുന്ന വഴിക്ക് കരിക്ക് കുടിച്ച് തന്നെ നമ്മൾ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കടിച്ച് പിന്നെ ഇനി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് പിന്നെ ഫുഡ് കഴിച്ചു, നെയ് റോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പം ഓൾമോസ്റ്റ് രാത്രിയായി, അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം വീട്ടിലെത്തി സമാധാനമായിട്ട് വീട്ടിലിരിക്കുക, അത് തന്നെയുള്ള ഉദ്ദേശം ഇന്നത്തെ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.